ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ബിരിയാണി വെക്കണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാൻ വലിയ ജീരകമാണ് അതിലേക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുത്തി പൊടിച്ചെടുക്കാം കേട്ടോ. അത് മിക്സിയിൽ പൊടിക്കണേക്കാട്ടി നല്ലത് ഇങ്ങനെ കുത്തുന്ന വിരലിട്ട് പൊടിച്ചെടുക്കുകയാണ്. മിക്സി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വരലില്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ചതച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും ഇത് 1.5 ടീസ്പൂണ് വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് 1 കിലോ ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ അതേമാതിരി അതിലേക്ക് വേണ്ട മസാല ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പൊടികളുണ്ടായ കാരണം അതൊന്നും ചേർക്കാതെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വെള്ളം ചോരാൻ വെച്ചതാണ്. അതിന് ശേഷം അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും അതേമാതിരി വലിയ ജീരകം പൊടിച്ചത് നിങ്ങൾ എത്രയാണ് അളവെടുക്കുന്നത് അതിനനുസരിച്ചായിട്ട് നമ്മളെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് മാഗിൻ്റെ മന്തി മസാല, അത് ഗൾഫിൻ്റെ പൗഡറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. മാഗി പൗഡറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാഗി പൗഡർ തന്നെയാണ് ഇത്. അതിൽ മന്തിൻ്റെ ഒരു ടേസ്റ്റും അതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മാഗി പൗഡർ ഞാൻ 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അത് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതായത് ഗരം മസാലൻ്റെ പൗഡർ. ഇനി അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കൂടുതൽ വെള്ളവും ഇതൊന്നും നമ്മൾ ചേർക്കണില്ലല്ലോ. ഇനി പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചോറ് വെന്ത് വന്നപ്പോൾ കുറച്ച് എരിവും ഉപ്പും കുറവായിരുന്നു. അത് നമ്മൾ ഉള്ളത് പോലെ പറയണമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലയ്ക്ക് അതിൻ്റെ ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഞാനത് ചെയ്ത് കൊടുക്കാത്ത ഒരൊറ്റ കാരണമാണ് എനിക്ക് ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു മാഗിൻ്റെ കട്ടിങ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റിന് അളവിന് ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ എത്രയും നല്ലതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ ഈ മാഗിൻ്റെ കട്ട നമ്മൾ പൊടിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് പൊടിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർത്തു. പിന്നെ ഈ ചോറ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റുള്ള ഒരു വിഭവം കൂടി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിക്കാൻ പോയത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അടുത്ത പരിപാടികളൊക്കെ തുടങ്ങിയത് കേട്ടോ. ഞാൻ നിസ്കരിക്കാൻ പോയതും ഇതൊന്നും ഞാനിതിലേക്ക് കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കുക്കറിൽ ഇതൊന്ന് ഇട്ടുകാണ്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇത് ചേർത്ത കൂട്ടത്തിൽ നമ്മൾ ഉള്ളി ഇതൊക്കെ കൂട്ടി അപ്പോൾ വഴറ്റാതെയാണ് ചേർത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, വഴറ്റാതെ ചേർക്കണം ഇതിലേക്ക് വേണ്ടത്. പിന്നെ കുക്കറിലിട്ട് വിസിലടുപ്പിക്കണത് നമ്മൾ മട്ടനാവുമ്പോൾ അങ്ങനെ വിസിലടുപ്പിച്ചെടുക്കണമല്ലോ, അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾ പണ്ടത്തെ മാതിരി അടുപ്പത്തിട്ടുകാണ്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസും ഇതൊക്കെ വെക്കണോണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിയും കൂടിയും കഴുകിയിരിക്കട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ആദ്യം തന്നെ നമ്മൾ സാധാരണ വെക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വെക്കാൻ മറന്നു പോയതുകൊണ്ട് എപ്പോഴാണത് കഴുകി റെഡിയാക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വെച്ചുകൊണ്ട് ആണ് നമ്മൾ അത് സാധാരണ ഞാൻ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. ഇത് എത്രയായാലും നമ്മളിങ്ങനെ ഇതിലെന്താ എണ്ണത്തിൻ്റെ മയം വെച്ചാൽ ഞാൻ എറുമ്പ് വരുന്നതിന് കുർജാത്തിന് എറുമ്പൊക്കെ വരുന്നതിന് കുറേശ്ശെ എണ്ണ അതിലേക്ക് പുരട്ടി കൊടുക്കലുണ്ട്. അപ്പോൾ ഇതിന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുത്ത് ഞങ്ങളെ അരിയൊക്കെ കാറി ആസ്വദിച്ചു എന്ന്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബിരിയാണി അരിയും അത് മന്തിൻ്റെ അരിയൊക്കെ 10 കിലോനൊക്കെയാണ് ഒന്നായിട്ട് കൊണ്ടുവരൽ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും 10 കിലോ ഒരു മാസം കൊണ്ടൊന്നും എന്തായാലും ചിലവാകില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ എണ്ണ തടവി വെക്കലുണ്ട്. ഇതിൻ്റെ ഇതിനൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. പക്ഷേ നമ്മൾ അടച്ച് മൂടി വെക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അത്ര തോനൊന്നും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. എറുമ്പ് ഇതൊന്നും വന്നത് പോലും അതിലുണ്ടാവില്ല. അപ്പോൾ ഇതാ മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളങ്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ
ബീഫ് വെന്തത് നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് വെക്കാൻ പോകണം ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ഇതിൽ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല സൂപ്പറാണ് സാധനം. പക്ഷേ എനിക്കൊന്നും കൂടി തോന്നിയത് എന്താ വെച്ചാൽ മിക്സിയിൽ പൊടിക്കണം ഒന്നും കൂടി ഇത് നല്ലത്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ എന്തായാലും മിക്സി നമുക്ക് ആവശ്യമുണ്ടല്ലോ. സമ്മന്തി അരക്കാനും ഇതിൽ തന്നെ പറ്റുമായിരിക്കും. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പെരുന്നാളാന്ന് പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സൊക്കെ മാറ്റി ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ട് മൂത്താപ്പാരെല്ലാവരും വീട്ടുകളിലും പോകാൻ നിൽക്കുകയാണ്. ഇത് വീഡിയോ ഇടാൻ കുറേ വൈകി, എന്നാലും ഞാൻ ക്ഷമിക്കണം കേട്ടോ. ഇപ്പോഴാണ് എനിക്കിത് ഇടാൻ പറ്റിയത്. ഇനി അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചോറൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക കേട്ടോ. കാരണം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്കും റാണീൻ്റെ വീട്ടിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ഇതെല്ലാം അളമ്പി വെച്ച് റെഡിയാക്കി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണം. ഏതായാലും ഭക്ഷണമൊന്നും അധികം കഴിക്കാൻ വേണ്ട. പെരുന്നാളാകുമ്പോൾ നമ്മളെല്ലാ വീട്ടുകളിലും പോയ കാരണം അവിടെ നിന്നൊക്കെ എന്തെങ്കിലും കഴിക്കുമല്ലോ, മധുരങ്ങൾ കഴിക്കാതെ ഒക്കില്ലല്ലോ. അപ്പോൾ പറഞ്ഞാൽ പിന്നെ നമുക്കധികമൊന്നും ഭക്ഷണത്തിന് ആവശ്യമില്ല, എങ്കിലും പെരുന്നാളല്ലേ അപ്പോൾ കുറച്ചൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ കുറച്ചൊരു എരിവിൻ്റെയും കുറച്ചൊരു ഉപ്പിൻ്റെയും കുറവുണ്ടായിരുന്നു. അത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരുന്നു ചോറ് കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മൾ ചൂടോടെ തിന്നണം. ഇതൊക്കെ നമ്മൾ തിന്നാൻ കുറേ നേരം വൈകി, പെരുന്നാളായ കാരണം എല്ലായിടത്തും പോവുകയൊക്കെ ചെയ്തില്ല. അതൊക്കെ കഴിഞ്ഞ് ദമ്മ് പൊട്ടിക്കാനും ഒക്കെ നേരം വൈകി. അതായത് നല്ല വേവൊക്കെ കറക്റ്റ് ആയിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. ഉപ്പിൻ്റെ കുറവ് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് റെഡിയാണോ നോക്കിയിട്ട് നമ്മൾ ദമ്മിട്ടാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇത് കണ്ട് കഴിയുമ്പോഴത്തേന് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോണ്ടിട്ടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണോ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എന്താണ് എഴുതാമെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ അത് എഴുതാൻ മറക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ചോറ് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു പെരുന്നാൾക്കുണ്ടായിരുന്ന ഭക്ഷണം എന്ന് ഒന്ന് പറയട്ടോ. നമ്മൾ മയോണീസും ബീട്രൂട്ട് സമ്മന്തിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുകൾ പിന്നെ പറയണ്ടല്ലോ, ഞാൻ എല്ലാവിധ അച്ചാറുകളും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കുറേശ്ശെങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കൂട്ടാ. ഞങ്ങൾക്ക് മാങ്ങ ഇല്ല എങ്കിലും നമ്മൾ കുറച്ചെങ്കിലും മാങ്ങ എങ്ങനെ നമുക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ അത് ആദ്യം നമ്മൾ അച്ചാറിടുക. അപ്പോൾ അതാ ഞാനൊന്ന് ആദ്യമായിട്ട് ഞാൻ വെച്ചാൽ നിൽക്കുക കേട്ടോ. ഉമ്മി അവിടുന്ന് തിന്നുന്നുണ്ട്, പക്ഷെ ഞാൻ ആണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് വളമ്പെടുക്കുക കേട്ടത് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ആക്കും ഇഷ്ടമായി. ഇമ്മാക്ക് പിന്നെ ഉപ്പും എരിവും കുറവായതുകൊണ്ട് ഉമ്മാക്ക് പിന്നെ വേഗം ഇഷ്ടമാവും. നമുക്ക് പിന്നെ ഉപ്പും എരിവും കുറച്ചൊക്കെ വേണമല്ലോ. പിന്നെ ഈ അധികം മധുരം കഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് തിന്നാൻ തന്നെ തോന്നണില്ല. ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.